നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുന്നിൽ CPM-ന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. തിരുമൂച്ചിക്കലിൽ അമിത വേഗതയിൽ വന്ന ടാങ്കർ ലോറി പിക്കപ്പ് ലോറിയിലിടിച്ചു. നിയന്ത്രണം വിട്ട പിക്കപ്പ് ലോറി ബസ്സിലിടിച്ച് അപകടം. ഒരാൾക്ക് പരിക്കേറ്റു. രാജ്യത്തെ ആദ്യത്തെ വെബ് ബേസ്ഡ് റിയാലിറ്റി ചലഞ്ച് ഷോയുമായി കേരള വിഷൻ. വ്യാപാര വാണിജ്യ മേഖലയ്ക്ക് ഉണർവ് നൽകുക എന്ന ലക്ഷ്യത്തോടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും കേരള വിഷനും ചേർന്നാണ് ഷോ ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ ഷോപ്പിംഗ് ചലഞ്ച് ചരിത്ര സംഭവമാക്കാനൊരുങ്ങി സംഘാടകർ. സംസ്ഥാനത്ത് നിപ ഭീതി അകലുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിലുള്ള 7 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ്. മലപ്പുറത്ത് നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. സമ്പർക്ക വിലക്കിൽ കഴിയുന്നവർക്ക് കൃത്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ നിർദ്ദേശം. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുന്നിൽ CPM-ന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. ആദായനികുതി ഓഫീസിന് മുന്നിൽ ജില്ലാ സെക്രട്ടറി അംഗം E. ജയനും തിരു സെൻട്രൽ ജംഗ്ഷനിൽ പരിസരത്ത് ഏരിയ സെക്രട്ടറി P. ഹംസക്കുട്ടിയും ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ കാർഷിക നിയമങ്ങൾ പിൻവലിക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൊതുമേഖലയിൽ തന്നെ നിലനിർത്തുക, ജനകീയ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ അനുവദിക്കാതെ പാർലമെന്റ് നിശബ്ദമാക്കുന്ന ഏകാധിപത്യ സമീപനം അവസാനിപ്പിക്കുക, ഫെഡറലിസത്തിനെതിരായ അതിക്രമങ്ങൾ ഇല്ലായ്മ ചെയ്യുക, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാതിരിക്കുക, തൊഴിലില്ലായ്മയ്ക്കും വിലക്കയറ്റത്തിനെതിരെ നടപടി സ്വീകരിക്കുക എന്നിവ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സമരം നടത്തിയത്. തിരു ആദായ നികുതി ഓഫീസിന് മുന്നിൽ നടന്ന സമരം CPM ജില്ലാ സെക്രട്ടറി അംഗം E. ജയൻ ഉദ്ഘാടനം ചെയ്തു. GST നടപ്പാക്കിയതുകൊണ്ട്, നോട്ട് നിരോധനം നടപ്പാക്കിക്കൊണ്ട് രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. ഇത് കോവിഡിന്റെ ഒരു ഉൽപ്പന്നമല്ല. ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധി യഥാർത്ഥത്തിൽ BJP RSS ഗവൺമെന്റിനെ ഇക്കാലയളവിൽ കോവിഡ് സഹായിക്കുകയാണ് ചെയ്തത്. കാരണം ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് മൂല കാരണം കോവിഡാണ് എന്ന് അവർക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി കഴിച്ചു. കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ പോലും ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധി അനുദിനം മൂർച്ഛിച്ചു വരുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ലോകത്തെ ദരിദ്രരുടെ പട്ടിക എടുത്തു നോക്കൂ. എവിടെത്തി? 3 പതിറ്റാണ്ട് കാലത്തെ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ ഈ രാജ്യത്തെ എവിടെ എത്തിച്ചത്? ദരിദ്രരുടെ പട്ടികയിൽ നമ്മുടെ പിന്നിലുള്ളത് ആഫ്രിക്കൻ രാജ്യങ്ങൾ മാത്രമാണ്. നമ്മുടെ പിന്നിലുള്ള, ബാക്കിയൊക്കെ മുന്നിലാണ്. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പട്ടിണിക്കാരുള്ള രാജ്യമായി ഇന്ത്യ രാജ്യം മാറി. ഈ കോവിഡ് കാലം നമ്മുടെ മുന്നിൽ തെളിയിച്ച ഒരു വസ്തുതയില്ല. ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ, ഇന്ത്യയിലെ നഗരപ്രദേശങ്ങളിൽ വേണ്ടത്ര ചികിത്സ കിട്ടാതെ അലയുന്ന ആളുകളില്ലേ? എന്തിനേറെ പറയുന്നു, ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും ഒക്കെ മൂക്കിന് താഴെ ഓക്സിജൻ കിട്ടാതെ മരണപ്പെടാൻ ആളുകൾ എത്രയാണ്? T. ദിനേശ് കുമാർ, K. യൂസഫ്, ഗീതാ പള്ളിയേരി, എനിക്ക് തങ്കം തുടങ്ങിയവർ സംസാരിച്ചു. തിരു സെൻട്രൽ ജംഗ്ഷൻ പരിസരത്ത് നടന്ന സമരം ഏരിയ സെക്രട്ടറി P. ഹംസക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. V. ഗോവിന്ദൻകുട്ടി, റഹീം മേച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. തിരുമൂച്ചിക്കലിൽ അമിത വേഗതയിൽ വന്ന ടാങ്കർ ലോറി പിക്കപ്പ് ലോറിയിലിടിച്ചു. നിയന്ത്രണം വിട്ട പിക്കപ്പ് ലോറി ബസ്സിലിടിച്ച അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. പിക്കപ്പ് ലോറി ഡ്രൈവർ ബീഹാർ സ്വദേശി രോഹിത് കുമാറിനാണ് പരിക്കേറ്റത്. ഇയാളെ തിരു ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 6 മണിയോടെ മൂച്ചിക്കൽ വലിയപാടത്താണ് സംഭവം. താനൂരിൽ നിന്നും തിരൂരിലേക്ക് വരികയായിരുന്ന കുവൈറ്റ് ബസ്സിനെ ടാങ്കർ ലോറി മറികടക്കുന്നതിനിടെയാണ് എറണാകുളത്ത് നിന്നും കോഴിക്കോട്ടേക്ക് പോയിരുന്ന പിക്കപ്പ് ലോറിയിലിടിച്ചു. ഇതോടെ പിക്കപ്പിന്റെ നിയന്ത്രണം വിട്ട് പിക്കപ്പ് ലോറി ബസ്സിലിടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ഡ്രൈവറെ പ്രദേശവാസികളും യാത്രക്കാരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചത്. അപകടത്തെ തുടർന്ന് ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. പ്രഹേളിക പത്രാധിപർ ബഷീർ പുത്തൻ വീട്ടിലിന് പുതിയങ്ങാടി നാട്ടുകൂട്ടത്തിന്റെ ആദരവ്. ബിപിയങ്ങാടി കോട്ടത്തറ GF സ്കൂളിൽ നടന്ന ചടങ്ങ് കുറുക്കോളി മൊയ്തീൻ ML ഉദ്ഘാടനം ചെയ്തു. 45 വർഷമായി പത്രപ്രവർത്തന രംഗത്തും നാടക കലാ സാംസ്കാരിക രംഗത്തും നിറസാന്നിധ്യമായ പ്രഹേളിക പത്രാധിപർ ബഷീർ പുത്തൻ വീട്ടിലിനെയാണ് പുതിയങ്ങാടി നാട്ടുകൂട്ടം കൂട്ടായ്മ ആദരിച്ചത്. കോട്ടത്തറ GF സ്കൂളിൽ നടന്ന ചടങ്ങ് കുറുക്കോളി മൊയ്തീൻ ML ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ചവിട്ടിത്തേക്കുന്ന ചില വാർത്തകളും ചില സംഗതികളും ഒക്കെ കേൾക്കുകയും കാണുകയും ചെയ്യേണ്ടി വന്ന സന്ദർഭത്തിലാണ് നമ്മൾ. ആ സന്ദർഭത്തിൽ നമ്മുടെ പ്രദേശത്തെ ഒരു വലിയ ആദരവോടുകൂടി ഇന്നും നമ്മൾ നെഞ്ചിലേറ്റി നടക്കുന്ന ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ആളുടെ കൃതികളെ കുറിച്ച് കുട്ടികൾക്കിടയിൽ അവരുടെ അറിവിന്റെ ശേഖരണത്തിൽ മതിപ്പുളവാക്കാൻ, വർദ്ധിപ്പിക്കുവാൻ, ഉയർത്തിക്കൊണ്ടുവരാൻ നടത്തിയ ഇടപെടലുകളും ചോദ്യങ്ങളും അടക്കം പ്രശംസിക്കാം. അതുകൊണ്ട് നമ്മൾ തലമുറകളെ ഈ രാജ്യം എങ്ങനെ നമ്മുടെ കൈകളിലേക്ക്
വന്നു എന്നതിനെ കുറിച്ച് പഠിപ്പിക്കുവാൻ മുതിർന്നവർ അതിനെ യത്നിച്ചുകൊണ്ടേയിരിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. ബഷീർ പുത്തൻവീട്ടിന് MLA പൊന്നാട അണിയിച്ചു. പ്രശസ്തി പത്രവും നൽകി. കെയറിംഗിയുടെ യാത്രയിൽ തുടങ്ങിയത് പ്രശസ്ത എഴുത്തുകാരനായ ശ്രീ രാധാകൃഷ്ണനായിരുന്നു. മലയാളം സർവകലാശാലയുടെ വനം എന്ന അവാർഡ് ലഭിച്ചത് പ്രശസ്ത സാഹിത്യകാരൻ P. സുരേന്ദ്രനുണ്ടായി. ഇതിന് ശേഷം എനിക്ക് ലഭിക്കുന്ന 7ാമത്തെ അവാർഡ്. മറ്റു ആദരവുകളെയോ അവാർഡുകളെയോ ഞാൻ താഴ്ത്തിക്കെട്ടുകൊണ്ട് പറയുകയല്ല. ഏറ്റവും ഉദാത്തമായ ഒരു അവാർഡ് ആദരവായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം ഒരു വ്യക്തിക്ക് അവരുടെ സ്വന്തം നാട്ടിൽ ജന്മനാട്ടിൽ നിന്ന് ഒരു ആദരവ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ആഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തലക്കാട് ഗ്രാമപഞ്ചായത്തിലെ ബിപിയങ്ങാടി കേന്ദ്രമാക്കി സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന നാട്ടുകൂട്ടം കൂട്ടായ്മ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സര പരിപാടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിഭകൾക്കുള്ള അവാർഡ് വിതരണവും ചടങ്ങിൽ MLA നിർവഹിച്ചു. തലക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു അധ്യക്ഷനായിരുന്നു. സൈനുൽ ആബിദീൻ ഹുദവി മുഖ്യ പ്രഭാഷണം നടത്തി. M. കുഞ്ഞിബാവ, P. മുഹമ്മദ് അലി, സുലൈമാൻ, അഡ്വക്കേറ്റ് രാജേഷ്, P. ടി. ഷഫീഖ്, CP ബാപ്പുട്ടി, മുനീർ കുറുമ്പടി, VK അബ്ദുറഹ്മാൻ, അഷ്റഫ് റിഗൾ, അലവി, റഷീദ്, ഷാജി ശുക്രിയ, ഷെരീഫ ബി, അസ്മ, മുഹമ്മദ് റഫീഖ്, മുഹമ്മദ് ഷാ തുടങ്ങിയവർ സംസാരിച്ചു. വൈറ്റ് കാർഡ് സേവന പ്രവർത്തനങ്ങൾക്ക് യൂത്ത് ലീഗ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും ധനശേഖരണാർത്ഥം തിരുരങ്ങാടി മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി നടത്തുന്ന ബിരിയാണി ചലഞ്ചിന് തുടക്കമായി. ഡിവിഷൻ കമ്മിറ്റികൾ വഴി ഓർഡർ സ്വീകരിക്കുന്ന ബിരിയാണി ഒക്ടോബർ 2-നാണ് വിതരണം. വൈറ്റ് കാർഡ് സേവന പ്രവർത്തനങ്ങൾക്കും യൂത്ത് ലീഗ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും ധനശേഖരണാർത്ഥമാണ് തിരുരങ്ങാടി മുനിസിപ്പൽ യൂത്ത് ലീഗിന്റെ ബിരിയാണി ചലഞ്ചിന് തുടക്കമായത്. ഡിവിഷൻ കമ്മിറ്റികൾ വഴി ഓർഡർ സ്വീകരിക്കുന്ന ബിരിയാണി ഒക്ടോബർ 2-നാണ് വിതരണം. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ് പോസ്റ്റർ പ്രകാശനം ചെയ്തു. കോവിഡ് രൂക്ഷമായ സമയത്ത് വൈറ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ 50-ലധികം മരണപ്പെട്ടവരുടെ ശരീരം പരിപാലനം ചെയ്യുകയും യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിൽ സൗജന്യ ഇഫ്താർ, രോഗികൾക്ക് മരുന്ന് വിതരണം, ചികിത്സാ സഹായം, വീട് നിർമ്മാണ സഹായം എന്നീ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. പോസ്റ്റർ പ്രകാശന ചടങ്ങിൽ മണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറി UA റസാഖ്, CH അബൂബക്കർ സിദ്ദീഖ, K. മുയിനുൽ ഇസ്ലാം, ആരിഫ് തങ്ങൾ, അയ്യൂബ് തലാപ്പിൽ, റിയാസ് തോട്ടുങ്ങൽ, സാദിഖ് തള്ളക്കൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സേവന രംഗത്തും സജീവ സാന്നിധ്യമായിട്ട് നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയുന്ന പോലത്തെ വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തനം. ആ വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തന ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് തിരുരങ്ങാടി നഗരസഭാ യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു ബിരിയാണി ചലഞ്ചിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. ഈ ഒക്ടോബർ 2-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ ലോഗോ പ്രകാശനമാണിപ്പോൾ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ഇവിടെ നിർവഹിച്ചത്. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. രാജ്യത്തെ ആദ്യത്തെ വെബ് ബേസ്ഡ് റിയാലിറ്റി ചലഞ്ച് ഷോയുമായി കേരള വിഷൻ. വ്യാപാര വാണിജ്യ മേഖലയ്ക്ക് ഉണർവ് നൽകുക എന്ന ലക്ഷ്യത്തോടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും കേരള വിഷനും ചേർന്നാണ് ഷോ ആരംഭിക്കുന്നത്. ഒക്ടോബർ 4 മുതൽ കേരള വിഷൻ ചാനലിലൂടെയും വെബ്സൈറ്റിലൂടെയും ഷോപ്പിംഗ് ചലഞ്ച് സംപ്രേഷണം ചെയ്യും. തകർന്നു കിടക്കുന്ന വ്യാപാര മേഖലയ്ക്ക് പുത്തനുണർവ് നൽകുന്നതോടൊപ്പം കേരളത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനായുള്ള ഒരു നൂതന സംരംഭമാണ് കേരള വിഷനും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ചേർന്ന് ഷോപ്പിംഗ് ചാലഞ്ച് എന്ന പേരിൽ അവതരിപ്പിക്കുന്നത്. ഷോപ്പിംഗ് ചാലഞ്ച് പ്രഖ്യാപനം കോഴിക്കോട് വ്യാപാര ഭവനിൽ കേരള വിഷൻ ചാനൽ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ് ചെയർമാൻ പ്രവീൺ മോഹൻ നിർവഹിച്ചു. കേരള വിഷൻ ചാനലിലൂടെയും നെറ്റ്വർക്കിലൂടെയും www.shoppingchallenge.app എന്ന വെബ്സൈറ്റിലൂടെയുമാണ് ഷോപ്പിംഗ് ചാലഞ്ച് സംപ്രേഷണം ചെയ്യുകയെന്ന് പ്രവീൺ മോഹൻ പറഞ്ഞു. കേരളത്തിലെ വ്യാപാര മേഖലയുമായി നേരിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മാധ്യമരംഗത്തെയും വ്യാപാര രംഗത്തെയും സംയോജിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സ്റ്റേജ് ഷോ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് കേരളത്തിലെ പ്രബലമായ 2 സംഘടനാ സംവിധാനങ്ങൾ ഒരു ടെലിവിഷൻ ഷോയുടെ ഭാഗമായി ഒന്നിക്കുന്നു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനം കേരളത്തിലെ വ്യാപാര സംഘടനാ രംഗത്തെ ഏറ്റവും വലിയ, ഏറ്റവും പഴക്കം ചെന്ന പാരമ്പര്യമുള്ള സംഘടന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ഏതാണ്ട് 11 ലക്ഷത്തിലേറെ അംഗങ്ങളുള്ള കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും
കേരളത്തിൻ്റെ ഡിജിറ്റൽ കേബിൾ ടി വി രംഗത്ത് ഒന്നാമത് നിൽക്കുന്ന, ഓൾ ഇന്ത്യ തലത്തിൽ 6ാം സ്ഥാനത്തുള്ള കേരള വിഷൻ ഡിജിറ്റൽ നെറ്റ്വർക്കും സംയുക്തമായി ചേർന്നിട്ടാണ് ഈ സ്റ്റേജ് ഷോ സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ഏതാണ്ട് 1.5 കോടിയോളം വരുന്ന കേരളത്തിൻ്റെ ജനസമൂഹം, പ്രേക്ഷകർ നേരിട്ട് ഈ ഷോയുടെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ്. 30 ലക്ഷത്തോളം കേബിൾ ടി വി ഉപഭോക്താക്കളും 10 ലക്ഷത്തോളം വരുന്ന വ്യാപാരി സമൂഹവും ഒരുമിച്ച് ചേരുമ്പോൾ 1.5 കോടിയോളം വരുന്ന പ്രേക്ഷകരെയാണ് ഈ ഷോയുടെ ഭാഗമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിന് അകത്തും പുറത്തുമുള്ള ലക്ഷക്കണക്കിന് മലയാളി പ്രേക്ഷകർ, ഈ രാജ്യത്തിന് പുറത്തുള്ള മലയാളി പ്രേക്ഷകർ, ഇവർക്കെല്ലാവർക്കും ഈ ഷോയുടെ ഭാഗമാകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. കെടുതിക്കാലത്ത് വ്യാപാര മേഖലയോടൊപ്പം നിന്ന കേരള വിഷനുമായി ചേർന്ന് ഷോപ്പിംഗ് ചാലഞ്ചുമായി മുന്നോട്ടു പോകുന്നതിൽ സന്തോഷമുണ്ടെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന അധ്യക്ഷൻ ടി നസ്രുദ്ദീൻ പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും ഏറെ ഗുണകരമായ ഒരു പദ്ധതിയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 1-2 മാസമായി ഞങ്ങൾ നടത്തിയ സമരങ്ങളെ തുടർന്ന് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഞങ്ങൾ താൽക്കാലികമായി അതിന് അറുതി വരുത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് ഞങ്ങളെ സഹായിച്ച ആളുകളുടെ കൂടി സഹകരണത്തോടുകൂടി, പ്രത്യേകിച്ച് ടെലിവിഷൻ ചാനലുകളും മാധ്യമങ്ങളും ഈ സമരത്തിന് ഞങ്ങളെ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ്. അവരുടെ കൂടി സഹകരണത്തോടുകൂടി കച്ചവടം തിരിച്ചു പിടിക്കാനുള്ളൊരു പദ്ധതിയുമായിട്ടാണ് കേബിൾ വിഷൻകാർ വന്നത്. ഞങ്ങളുമായി ചർച്ച ചെയ്തിട്ട് ഈ പുതിയ തീരുമാനം എത്തിയത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ ജനങ്ങളെ നന്നാക്കുക, കേരളത്തിൻ്റെ ഭാവി ശോഭനമാക്കാനുള്ള പരിപാടികളുമായി, ഉത്തമ പരിപാടികളുമായി അവരിറങ്ങുമ്പോൾ അവരെ സഹായിക്കേണ്ടത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഓരോ കച്ചവടക്കാരുടെയും കടമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങളുടെ പ്രസ്ഥാനം ഇതുമായി സഹകരിച്ച് മുന്നോട്ട് വന്നിട്ടില്ല. ഷോപ്പിംഗ് ചാലഞ്ച് പദ്ധതി പ്രഖ്യാപന ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന നേതാക്കളും കേരള വിഷൻ ചാനൽ ഡയറക്ടർമാരും പങ്കെടുത്തു. കേരള വിഷൻ, കോഴിക്കോട്. ഇന്ത്യയിൽ ആദ്യത്തെ ഷോപ്പിംഗ് ചാലഞ്ച് ചരിത്ര സംഭവമാക്കാനൊരുങ്ങി സംഘാടകർ. പ്രേക്ഷകർക്കും വ്യാപാരികൾക്കും ഈ കാലഘട്ടത്തിൽ ഒരുപോലെ ഗുണകരമാകുന്ന തരത്തിലാണ് ചാലഞ്ച് ഒരുക്കിയിരിക്കുന്നത്. മലയാളികൾ നെഞ്ചേറ്റിയ പ്രശസ്ത അവതാരകർ കേരള വിഷന്റെ ഭാഗമാകുന്നു എന്ന പ്രത്യേകത കൂടി ഷോപ്പിംഗ് ചാലഞ്ചിനുണ്ട്. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ഓഡീഷനിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ടീമുകൾ കലയും അറിവും സാമൂഹിക പ്രതിബദ്ധതയും പ്രേക്ഷകന് മുന്നിൽ അവതരിപ്പിച്ച് പരസ്പരം മാറ്റുരച്ച് കേരള ജനതയുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാനൊരുക്കുന്ന ചാലഞ്ച് റിയാലിറ്റി ഷോയാണ് ഷോപ്പിംഗ് ചാലഞ്ച്. പ്രമുഖ അവതാരകരായ GS പ്രദീപ്, രഞ്ജിനി ഹരിദാസ്, കെനിഷ ചന്ദ്രൻ എന്നിവരാണ് ഷോപ്പിംഗ് ചാലഞ്ചിന്റെ അവതാരകർ. ലളിതമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിലൂടെ പ്രേക്ഷകനുള്ള ആപ്പിൽ പോയിന്റുകൾ ലഭിക്കുകയും അത് വീടിന് തൊട്ടടുത്തുള്ള കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മെമ്പർമാരുടെ കടകളിൽ നിന്നും റിഡീം ചെയ്ത് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങുകയും ചെയ്യാം എന്നതാണ് ഈ ഷോയുടെ ആകർഷണീയതയെന്ന് കേരള വിഷൻ ചാനൽ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ് ചെയർമാൻ പ്രവീൺ മോഹൻ പറഞ്ഞു. ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് ഈ ഷോയുമായി ഒരു പ്രേക്ഷകൻ കണക്റ്റഡ് ആവുന്നത് എന്നുള്ളതാണ്. സ്ക്രീനിൽ പ്രോഗ്രാമിനോടൊപ്പം തന്നെ പ്രോഗ്രാം കണ്ടുകൊണ്ട് ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായ ചോദ്യത്തിന് മറുപടി നൽകുന്നതോടുകൂടി പോയിന്റുകൾ ലഭിക്കുകയും ആ പോയിന്റുകൾ ചേർന്ന് കിട്ടുന്ന തുക ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും തൊട്ടടുത്തുള്ള കടകൾ മുതൽ കേരളത്തിൽ എവിടെയുമുള്ള ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഒരവസരം. ഇതോടുകൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ വ്യാപാര രംഗം നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലമായി നിശ്ചലാവസ്ഥയിലാണ്. കടകൾ അടഞ്ഞു കിടക്കുന്നു, ലോക്ക്ഡൗണും അതുപോലുള്ള മറ്റു പ്രതിസന്ധികളും മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ആ വ്യാപാര രംഗത്തെ സജീവമാക്കുക, വ്യാപാര മേഖലയെ കുറച്ചുകൂടി ഊർജ്ജസ്വലമാക്കുക, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഷോപ്പുകളിൽ പോകാൻ മടിച്ചു നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്. ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി അതിൽ അഡിക്റ്റായി പോയിരുന്ന ഒരു തലമുറയുണ്ട്. അവരെ അതിൻ്റെ ഭവിഷ്യത്ത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ചെറുകിട വ്യാപാര രംഗം സജീവമായി നിൽക്കേണ്ടതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത് സജീവമായി നിന്നെങ്കിൽ മാത്രമേ കേരളത്തിൻ്റെ നികുതി മേഖലയിൽ വർധന ഉണ്ടാവുള്ളൂ. അല്ലാതെ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ ഈ പണം മുഴുവൻ പുറത്തേക്ക് കൊണ്ടുപോയാൽ കേരളത്തിൻ്റെ ഖജനാവിലേക്ക് ഒന്നും വരില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ പൊതുസമൂഹത്തെയും യുവതലമുറയും ബോധ്യപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ സർഗാത്മക ശേഷിയുള്ള തലമുറയെ
ഈ സ്റ്റേജ് ഷോയിലൂടെ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക. അങ്ങനെ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഞങ്ങൾ ഈ ഷോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി കേരളം മറ്റൊരു തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് പോവുകയാണ്. ഏത് നിയോജകമണ്ഡലമായിരിക്കും കേരളത്തിലെ ആദ്യ സീസണിലെ വിജയി എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുമ്പോഴേക്കും കേരളത്തിലെ സാധാരണക്കാരിലേക്ക് 100 കോടി രൂപയുടെ സമ്മാന കൂപ്പണുകൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കും. ഇതിനായി പ്രേക്ഷകർ www.shoppingchallenge.app രജിസ്റ്റർ ചെയ്ത് ഓരോ ദിവസത്തെയും ചോദ്യങ്ങൾക്ക് ഷോ നടക്കുമ്പോൾ തന്നെ തത്സമയം ഉത്തരങ്ങൾ നൽകണം. പ്രോഗ്രാമിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 7594087594 എന്ന നമ്പറുമായി ബന്ധപ്പെടേണ്ടതാണ്. കേരള വിഷൻ, കോഴിക്കോട്. വനിതാ ലീഗിന്റെ ദേശീയ ട്രഷറായിരുന്ന പി ഖദീജ അനുസ്മരണം തെക്കൻകുറ്റൂർ IEC ഹാളിൽ നടന്നു. ET മുഹമ്മദ് ബഷീർ MP അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വനിതാ ലീഗ് ദേശീയ ട്രഷറായിരുന്ന പി ഖദീജ അനുസ്മരണം തെക്കൻകുറ്റൂർ IEC ഹാളിൽ നടന്നു. ET മുഹമ്മദ് ബഷീർ MP അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് നല്ല കാര്യങ്ങളെ അവർ ഉൾപ്പെട്ടു. ഈ ഓരോ അധികാരം കിട്ടിയാലും ആ അധികാരസ്ഥാനത്ത് നിന്നുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ആളുകൾ ചെയ്യണമെന്നുള്ള നല്ല മനസ്സിൽ പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അവരെ ആ നിലയിൽ പി സുലൈമാൻ അധ്യക്ഷനായിരുന്നു. കുറുക്കോളി മൊയ്തീൻ MLA അനുസ്മരണ പ്രഭാഷണം നടത്തി. വിദേശത്ത് ഭർത്താവിനോടൊപ്പം കഴിഞ്ഞിരുന്ന ആൾ മക്കളോടൊപ്പം തിരിച്ചു വന്ന് നാട്ടിൽ താമസം ഉറപ്പിച്ചപ്പോൾ ഇവിടെ പോകുന്നത് ദേശത്തേക്കുള്ള യാത്ര ഇനി ആ രീതിയിൽ തുടരേണ്ടതില്ലെന്ന് തീരുമാനിച്ചപ്പോൾ ഇവിടുത്തെ അവരുടെ അയൽക്കാരും അവരുടെ പാർട്ടിയിൽപ്പെട്ട മുസ്ലിം ലീഗിലെ അംഗങ്ങളെല്ലാവരും കൂടിയാണ് 88-ൽ ഇവിടെ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ അവർ ആവശ്യപ്പെട്ടു. ആ ആവശ്യം കുടുംബവും അവരും അംഗീകരിക്കുകയും മത്സരിക്കുകയും ജയിക്കുകയും അതിന് പഞ്ചായത്തിന്റെ തന്നെ നേതൃത്വ പദവി എത്തിച്ചേരുകയും ചെയ്തു. 88-ൽ സ്ത്രീകൾക്ക് പ്രത്യേകം സംവരണമൊന്നുമില്ലാത്ത ഒരു സന്ദർഭത്തിലാണ് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിച്ച് വൈസ് പ്രസിഡന്റായി അവർ വരുന്നത്. വെട്ടം ആലിക്കോയ തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ, ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ എടശ്ശേരി, തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഹ്റാബി, അഡ്വക്കേറ്റ് രാജേഷ്, ആദവനാട് മുഹമ്മദ് കുട്ടി, ഷെരീഫ ബി, ബീരാൻകുട്ടി, CP നാസർ, R മോഹനകൃഷ്ണൻ, ഹമീദ്, മൻസൂർ, ലത്തീഫ് കൊടക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. ഷഹീദുകൾ ഞങ്ങളുടെ ഹൃദയത്തിലാണ്, വെട്ടിമാറ്റാൻ നിങ്ങൾക്കാവില്ല എന്ന പ്രമേയമുയർത്തി ക്യാമ്പസ് ഫ്രണ്ട് മംഗലം ഏരിയ കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. അതിജീവന കലാസംഘം സംസ്ഥാന ട്രഷറർ മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മലബാറിലെ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളെ അവഹേളിച്ച ICRന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ക്യാമ്പസ് ഫ്രണ്ട് മംഗലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. അതിജീവന കലാസംഘം സംസ്ഥാന ട്രഷറർ മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. വടക്കേ വീട്ടിൽ മുഹമ്മദിന്റെ താനൂരുള്ള ഉമ്മയ്ക്കാനകത്ത് കുഞ്ഞിൻകാതറിന്റെ ഇവരുടെ എന്നും അതുപോലെ തന്നെ ഇവിടെ പേരുകൾ പരാമർശിക്കാത്ത ഒരുപാട് 921-ലെയും അതിനുശേഷമുള്ള സമര പോരാളികളുടെ ആവേശം അതുപോലെ തന്നെ ആ സമരവീര്യവും ചരിത്രവും ബാലകാലം മുതൽ തന്നെ പഠിപ്പിച്ചിട്ടുള്ള സംഘടനയിലാണ് ഇന്ന് ഈ വട്ടം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പസ് ഫ്രണ്ട് മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി അർഷാദ് പട്ടനടക്കാവ്, ഏരിയ പ്രസിഡന്റ് സമീഹ് മംഗലം, റഹീം തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. സംസ്ഥാനത്ത് നിപ്പ ഭീതി അകലുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐസൊലേഷനിലുള്ള 7 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി. ഇതുവരെ 68 പേരുടെ ഫലം നെഗറ്റീവായിരിക്കും. സംസ്ഥാനത്ത് നിപ്പ ഭീതി അകലുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിലുള്ള 7 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി. ഇതുവരെ 68 പേരുടെ ഫലം നെഗറ്റീവായിരിക്കുന്നത്. നിപ്പ ബാധിച്ച് മരിച്ച കുട്ടിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് 274 പേരാണ്. ഇതിൽ 149 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. നിലവിൽ രോഗലക്ഷണങ്ങളുടെ ചികിത്സയിലുള്ളത് 7 പേരാണ്. ഇതിലാർക്കും തീവ്ര രോഗലക്ഷണങ്ങളില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. അസ്വാഭാവിക മരണങ്ങളോ പനിയോ പ്രദേശത്തുണ്ടായിട്ടില്ലെന്നും നല്ല സൂചനയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മലപ്പുറത്ത് നിപ്പ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. സമ്പർക്ക വിലക്കിൽ കഴിയുന്നവർക്ക് കൃത്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി. സമാനമായ ലക്ഷണങ്ങൾ ഉള്ളവരിലും പരിശോധനകൾ നടന്നുവരികയാണെന്നും DMO അറിയിച്ചു. കോഴിക്കോട് നിപ്പ ബാധിച്ചു മരിച്ച കുട്ടിയുമായി സമ്പർക്ക പട്ടികയിലുള്ള ജില്ലയിലെ 8 പേരുടെ ആരോഗ്യനില നല്ല രീതിയിൽ തുടരുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K സക്കീൻ അറിയിച്ചു. സമ്പർക്ക വിലക്കിലിരിക്കുന്ന മുഴുവൻ വ്യക്തികളോടും മാസ്ക് ധരിക്കുക, പ്രത്യേക മുറിയും ശുചിമുറിയും ഉപയോഗിക്കുക തുടങ്ങിയ കൃത്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
നിപ്പായോട് സമാന രീതിയിലുള്ള രോഗലക്ഷണങ്ങളുമായി മഞ്ചേരി മെഡിക്കൽ കോളേജിലും മറ്റ് ആശുപത്രികളിലും റിപ്പോർട്ട് ചെയ്തവരുടെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെയും വിവിധ പരിശോധനകൾ നടന്നുവരികയാണ്. ഇവരോടും ഇവരുടെ ബന്ധുക്കളോടും കൃത്യമായ സമ്പർക്ക വിലക്ക് പാലിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിപ സ്ഥിരീകരിച്ച പ്രദേശത്തിന്റെ ജില്ലയിലെ സമീപ സ്ഥലങ്ങളിൽ വിവിധ രോഗലക്ഷണങ്ങളുള്ളവരുടെയും പനി മുതലായ ലക്ഷണങ്ങളുള്ളവരുടെയും ആരോഗ്യനില സർവേ നടത്തി വരികയാണ്. ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങളുള്ള വ്യക്തികൾ ആരോഗ്യ പ്രവർത്തകരുമായോ RRT മെമ്പർമാരുമായോ ആശാപ്രവർത്തകരുമായോ ബന്ധപ്പെടാനും നിർദ്ദേശം നൽകി. നിലവിൽ പൊതുജനങ്ങൾ തുടർന്നു വരുന്ന കോവിഡ് മാനദണ്ഡങ്ങളായ കൈകഴുകൽ, മാസ്ക് ധരിക്കൽ, സാമൂഹിക അകലം പാലിക്കൽ, പൊതുപരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കൽ എന്നിവ എല്ലാം തന്നെ കൃത്യമായി പാലിക്കണമെന്നും നിപ്പയ്ക്കും കോവിഡിനുമെതിരെ ശക്തമായ പ്രതിരോധം തീർക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അഭ്യർത്ഥിച്ചു. മലബാറിലെ ഏറ്റവും വലിയ ലൈറ്റിംഗ് കളക്ഷനുകളുമായി സിൽവാൻ ലൈറ്റ്സ് തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തിരൂർ പോലീസ് ലൈനിൽ പ്രവർത്തനം ആരംഭിച്ച സിൽവാൻ ലൈറ്റ് ഗാലറിയുടെ ഉദ്ഘാടനം കുറുക്കുളി മൊയ്തീൻ MLA നിർവഹിച്ചു. മലബാറിലെ ഏറ്റവും വലിയ ലൈറ്റിംഗ് കളക്ഷനുകളുമായി സിൽവാൻ ലൈറ്റ്സ് തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പോലീസ് ലൈനിൽ പ്രവർത്തനം ആരംഭിച്ച സിൽവാൻ ലൈറ്റ് ഗാലറിയുടെ ഉദ്ഘാടനം കുറുക്കുളി മൊയ്തീൻ MLA നിർവഹിച്ചു. നമ്മുടെ തിരൂരിൽ സിൽവാൻ ഗ്രൂപ്പിൻ്റെ 15ാമത് ഷോറൂം ഇലക്ട്രിക് വസ്തുക്കളുടെ വിൽപ്പനശാലയാണ്. ലൈറ്റ് വിഭാഗത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഒരു ലോകോത്തര മേന്മയോടുകൂടി തന്നെയുള്ള സജ്ജീകരണങ്ങൾ, അതിൻ്റെ ശേഖരണവും ഇവിടെയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ആവശ്യക്കാർ ഇവിടെ വരണം, ഇതൊന്ന് കാണണം എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആഡംബരവും സൗന്ദര്യവും ഇഴചേരുന്ന LED ക്രിസ്റ്റൽ ലൈറ്റ്സ്, നക്ഷത്രത്തിളക്കമാർന്ന അതിനൂതന വാൾ ലൈറ്റ്സ്, പുതുമകളുടെ ഇഴകൾ നേർന്ന സ്പോട്ട് ലൈറ്റ്സ്, പ്രകൃതിയുടെ സൗന്ദര്യവും ഏറ്റവും പുതിയ LED സാങ്കേതിക വിദ്യയും ഉൾക്കൊണ്ട ഔട്ട്ഡോർ ലൈറ്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായാണ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. സിൽവാൻ്റെ ബിൽഡിംഗ് മെറ്റീരിയൽ രംഗത്ത് കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് കേരളത്തിലുള്ള സിൽവാൻ ഗ്രൂപ്പിൻ്റെ 15ാമത്തെ ഷോറൂമാണ് തുഞ്ചൻ്റെ മണ്ണിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മുടെ വീട് അലങ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള ലൈറ്റുകളൊക്കെ നമ്മൾ വാങ്ങുമ്പോഴും അതിൻ്റെ അകത്തുള്ള ചിപ്പുകൾക്കാണ് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ളത്. USൻ്റെ ചിപ്പ് ഉപയോഗിച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഏറ്റവും കളക്ഷൻസ് ഉള്ള ഒരു ഷോറൂമാണിത്. മാത്രമല്ല ഇവിടുന്ന് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന 25,000 രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഏതൊരാൾക്കും നറുക്കെടുപ്പിലൂടെ 50,000 രൂപയ്ക്ക് മുകളിലുള്ള ലൈറ്റുകൾ ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഒരു സുവർണ അവസരമാണ്. ഉദ്ഘാടനത്തിന് ഒരാൾ അത് പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, അത് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ഏതൊരാൾക്കും മനോഹരമായിട്ടുള്ള ലൈറ്റുകൾ നിങ്ങളെ വീട്ടിലേക്ക് ഗിഫ്റ്റായിട്ട് കിട്ടാനുള്ള ഭാഗ്യമുണ്ട്. ഈ അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തണം. സിൽവാൻ്റെ എല്ലാ ഷോറൂമിലും നിങ്ങളെല്ലാ സപ്പോർട്ടും ഉണ്ടായിട്ടുണ്ട്. തുടർന്നും നിങ്ങളുടെ തിരൂർ നെഞ്ചിലേറ്റെന്ന് ഞങ്ങൾക്കറിയാം. അതിൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഒന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരിക്കലും ഈ ഷോറൂമിലേക്ക് ക്ഷണിക്കുകയാണ്. കൊറോണ പ്രോട്ടോക്കോൾ ആയതുകൊണ്ട് നേരിട്ട് ആരെയും വിളിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ ഓരോ സമയം ഒഴിവിനനുസരിച്ച് ഈ ഷോറൂം ഒന്ന് സന്ദർശിക്കണം. നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഗിരീഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നമ്മുടെ തിരൂരിൽ സിൽവാൻ ഗ്രൂപ്പിൻ്റെ 15ാമത്തെ ലൈറ്റിൻ്റെ ഷോറൂം ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ MLA ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. വളരെ ഭംഗിയായി നമ്മുടെ വീട് അലങ്കരിക്കാവുന്ന തരത്തിലുള്ള അതിനൂതനമായ സാങ്കേതികത്വങ്ങളോടുകൂടിയ നല്ല ലൈറ്റുകളുടെ ഒരു ഷോറൂം ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. സിൽവാൻ ഗ്രൂപ്പിൻ്റെ ലൈറ്റുകളുടെ ഷോറൂം ഇന്ന് നമ്മുടെ തിരൂർ പട്ടണത്തിലും ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ നഗരത്തിലെ സ്ഥാപനങ്ങളെയും വീടുകളെയുമെല്ലാം പ്രകാശപൂരിതമാക്കാൻ ഈ സ്ഥാപനം സഹായകരമാകും. ഇന്ത്യൻ നിർമ്മിതവും വിദേശ നിർമ്മിതവുമായ ധാരാളം വ്യത്യസ്ത മോഡലുകളിലുള്ള വിവിധ ഇനം ലൈറ്റുകൾ ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സ്ഥാപനം വലിയ ഉന്നതികളിലേക്ക് എത്തട്ടെ. സിൽവാൻ ബിസിനസ് ഗ്രൂപ്പ് ചെയർമാൻ VP സൈതാലിക്കുട്ടി ഹാജി, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ മുസ്തഫ KP, ഷുഹൈബ് VP, സിൽവാൻ ലൈറ്റ് ഗാലറി ഡയറക്ടർമാരായ മുഹമ്മദ് അലി KT, സൈനുദ്ദീൻ, പർവേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സമ്മാന പദ്ധതിയും സിൽവാൻ ഒരുക്കിയിട്ടുണ്ട്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു.
സംസ്ഥാനത്ത് ഇന്ന് 26,200 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,56,957 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.69%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 125 മരണങ്ങളാണ് കോവിഡ്-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 22,726 സംസ്ഥാനത്ത് ഇന്ന് 26,200 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തൃശൂർ 3,279, എറണാകുളം 3,175, തിരുവനന്തപുരം 2,598, മലപ്പുറം 2,452, കോഴിക്കോട് 2,332, കൊല്ലം 2,124, പാലക്കാട് 1,996, ആലപ്പുഴ 1,604, കോട്ടയം 1,580, കണ്ണൂർ 1,532, പത്തനംതിട്ട 1,244, വയനാട് 981, ഇടുക്കി 848, കാസർഗോഡ് 455 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിന്റെ 1,56,957 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.69%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 125 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 22,126. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 81 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്നും വന്നവരാണ്. 24,999 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,006 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 144 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 29,209 പേർ രോഗമുക്തി നേടി. ജില്ലയിൽ വ്യാഴാഴ്ച ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കുൾപ്പെടെ 2,452 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 15.47% കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ജില്ലയിൽ വ്യാഴാഴ്ച ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കുൾപ്പെടെ 2,452 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 15.47% കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 2,384 പേർക്ക് രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും 28 പേർക്ക് ഉറവിടമറിയാതെയുമാണ് വൈറസ് ബാധയുണ്ടായത്. കൂടാതെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജില്ലയിൽ തിരിച്ചെത്തിയ 2 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയ 37 പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച 3,146 പേർ കോവിഡ് രോഗമുക്തരായി. ഇതോടെ ജില്ലയിൽ കോവിഡ് മുക്തരായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരുടെ എണ്ണം 4,89,263 പാങ്ങാട്ടി ഉള്ളാട്ടിൽപ്പടി താമിയുടെ ഭാര്യ ചിന്ന നിര്യാതയായി. ബാബു, ഉണ്ണി, ബേബി, ദേവദാസ്, ഗംഗാധരൻ, വിജയൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുന്നിൽ CPM-ന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. തിരുമൂച്ചിക്കലിൽ അമിത വേഗതയിൽ വന്ന ടാങ്കർ ലോറി പിക്കപ്പ് ലോറിയിലിടിച്ചു. നിയന്ത്രണം വിട്ട പിക്കപ്പ് ലോറി ബസ്സിലിടിച്ച് അപകടം, ഒരാൾക്ക് പരിക്കേറ്റു. രാജ്യത്തെ ആദ്യത്തെ വെബ് ബേസ്ഡ് റിയാലിറ്റി ചലഞ്ച് ഷോയുമായി കേരള വിഷൻ. വ്യാപാര വാണിജ്യ മേഖലയ്ക്ക് ഉണർവ് നൽകുക എന്ന ലക്ഷ്യത്തോടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും കേരള വിഷനും ചേർന്നാണ് ഷോ ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ ഷോപ്പിംഗ് ചലഞ്ച് ചരിത്ര സംഭവമാക്കാനൊരുങ്ങി സംഘാടകർ. സംസ്ഥാനത്ത് നിപ ഭീതി അകലുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിലുള്ള 7 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ്. മലപ്പുറത്ത് നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. സമ്പർക്ക വിലക്കിൽ കഴിയുന്നവർക്ക് കൃത്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ നിർദ്ദേശം. ഇതോടുകൂടി ഈ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.